കനേട്ട് വഴി നടപ്പാക്കുന്ന PM കുസും സോളാർ പമ്പ് പദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല 240 കോടി രൂപയുടെ ടെൻഡർ നടപടികളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. പദ്ധതി രേഖകൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. 24 ബ്രേക്കിംഗ്. സലീം മാലിക് തിരുവനന്തപുരത്ത് ചെയ്തു. സലീം, എന്തായിരുന്നു പദ്ധതി? ഇതിലെ അഴിമതി ആരോപണം അത് എത്തരത്തിലുള്ളതാണ്? എന്തൊക്കെ വിവരങ്ങളാണ് രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവരുന്നത്? സുഹൈൽ, രമേശ് ചെന്നിത്തല ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ, അത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളിലും വിശദാംശങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അഴിമതി ആരോപണം കൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. 100 കോടിയിലധികം രൂപയുടെ വർധന ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കി എന്നുള്ളതാണ് ആരോപണം. ഈ അഴിമതിയുടെ വിരൽ ചൂണ്ടുന്നത് അനർട്ട് സിഇഒയ്ക്കെതിരെയാണ്. അനർട്ട് സിഇഒയെ മാറ്റി നിർത്തി ഇതിലൊരു വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. PM കുസും സോളാർ പമ്പ് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ അഴിമതി ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് പ്രകാരം കേരളത്തിൽ പല സ്ഥലങ്ങളിലായി സോളാർ സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനർട്ടിൽ നിന്ന് 175 കോടി രൂപ വായ്പ എടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി നടത്തിയ ടെൻഡറിൽ ഉൾപ്പെടെ അഴിമതി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സാധാരണഗതിയിൽ 5 കോടി രൂപ വരെ ടെൻഡർ നടപടിയിൽ വിളിക്കാവുന്ന ഇടത്ത് 240 കോടി രൂപയുടെ ടെൻഡർ നടപടി നടത്തുകയും ചെയ്തു. ഒറ്റയടിക്ക് അത്രയധികം വർധനവ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബേസിക് പ്രൈസിൽ തന്നെ നടത്തി. ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് ഒരു കമ്പനി അതുമായി ബന്ധപ്പെട്ട് അതിൽ ടെൻഡർ അനുമതി ലഭിച്ചതിന് ശേഷം പിന്നീട് അതിൽ രേഖാമൂലം നൽകിയ തുകയേക്കാൾ ഉയർന്ന തുക പിന്നീട് ആ ടെൻഡർ പിടിച്ചതിന് ശേഷം വീണ്ടും ഉയർത്തി നൽകാനുള്ള അവസരവും ഒരുക്കി നൽകി എന്നും അദ്ദേഹം ആരോപിക്കുന്നു. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്രയും ഉയർന്ന തുകയ്ക്ക് ടെൻഡർ വിളിക്കാൻ സാധിക്കുന്നതും അതിനുശേഷം ടെൻഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം മാറ്റം വരുത്താൻ സാധിക്കുന്നതും എങ്ങനെ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരം പമ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ബെഞ്ച് മാർക്ക് തുക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബെഞ്ച് മാർക്ക് തുകയുടെ ഇരട്ടിയിലേറെ തുകയ്ക്കാണ് ഓരോ പമ്പുകളും ഈ നിലയിൽ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. മാത്രമല്ല, ഓരോ പമ്പിൻ്റെയും ഓരോ ഇടപാടിനും 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വർധനവ് വെച്ചാണ് ഈ 100 കോടിയിലധികം രൂപയുടെ വർധനവ് നടത്തിയിരിക്കുന്നത് എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ 2 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെയുള്ള വിവിധ സൗരോർജ്ജ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനുള്ള കോൺട്രാക്റ്റിലാണ് ഈ നിലയിലുള്ള അഴിമതി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും 175 കോടി രൂപ നബാർഡിൽ നിന്ന് തന്നെ വായ്പയെടുത്ത് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തി എന്നുള്ളൊരു വലിയ ആരോപണമാണ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അനർട്ട് സിഇഒയെ മാറ്റി നിർത്തി ഇതിലെ മുഴുവൻ ക്രമക്കേടുകളും അന്വേഷിച്ച് ഉത്തരവിടണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. സുഹൈൽ, സലീം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ബാക്കപ്പിൽ ഒരു പദ്ധതി, ഇതുമായി ബന്ധപ്പെട്ട് സോളാർ പമ്പ് വാങ്ങാൻ ഒരു കരാർ. ഈ കരാറിൽ ഈ പറഞ്ഞതുപോലെ പ്രസ്തുത തുകയുടെ മേലേക്ക് ഒറ്റയടിക്ക് ഒരു 240 കോടിയുടെ ടെൻഡർ നടപടി നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായൊരു തുക, ഒരു സസ്റ്റെയിൻ തുക, ഒരു പറഞ്ഞ ബെഞ്ച് മാർക്ക് തുക കേന്ദ്രം പറയുന്നു. ഈ തുകയ്ക്ക് അപ്പുറത്തേക്ക് 3-4 ലക്ഷം രൂപ കൂട്ടിക്കൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത്തരത്തിൽ ടെൻഡർ എടുത്ത സ്ഥാപനങ്ങളെക്കുറിച്ച് ഏകദേശം എല്ലാ ടെൻഡറുകളും ഒരേ കമ്പനിക്കാണോ ലഭിച്ചത്? അത്തരത്തിൽ എന്തെങ്കിലും ടെൻഡറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ? ടെൻഡർ എടുത്ത കമ്പനികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവരങ്ങൾ പ്രകാരം ഈ ടെൻഡർ എടുത്തിരിക്കുന്ന ഒരു കമ്പനിയല്ല, വിവിധ കമ്പനികൾ ചേർന്നാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില കമ്പനികൾ, ആ കമ്പനികൾക്ക് കൃത്യമായ അംഗീകാരം പോലും ഇല്ലാത്ത, ക്വാളിഫൈ ചെയ്യാത്ത കമ്പനികൾ ഉൾപ്പെടെ ഈ കരാർ എടുത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതോടുകൂടി തന്നെ ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ചില കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉയർന്ന ഏറ്റവും സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ തുക വെച്ചിരിക്കുന്ന കമ്പനികൾക്ക് ആദ്യം ഈ ടെൻഡർ നൽകുകയും അതിനുശേഷം ഈ ഏറ്റവും കുറഞ്ഞ ക്വാളിഫൈ ചെയ്ത കമ്പനിയായി ഇതിൽ ടാറ്റ സോളാറാണ് ഏറ്റവും കുറഞ്ഞ തുക നൽകിയിരിക്കുന്നത്. ആ തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ക്വാളിഫൈ ഇല്ലാത്ത കമ്പനികൾ ഈ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ആ കമ്പനികൾക്കും അതേ തുകയ്ക്ക് തന്നെ ടാറ്റ സോളാർ നൽകിയിരിക്കുന്ന അതേ തുകയ്ക്ക് തന്നെ ടെൻഡർ നൽകുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. സുഹൈൽ, ശരി, അനർട്ട് സിഇഒ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല വരുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ടെൻഡർ നടപടികളൊന്നും കൃത്യമായി പാലിക്കാതെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കമ്മീഷൻ അടക്കം നേടിയിട്ടുണ്ടോ എന്നടക്ക കാര്യമൊക്കെ സംശയമുറിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.